മധ്യപ്രദേശ് ഗവൺമെൻറ് നിങ്ങൾക്കറിയാം, ബുൾഡോസർ രാജ്. ബുൾഡോസർ കൊണ്ടുവന്ന് അയാളുടെ വീടടിച്ച് പൊളിക്കുന്നു. ആ വീട് ഇല്ലീഗലാണെന്നും പറഞ്ഞേക്ക് ഏകദേശം 15-20 വർഷം അയാൾ അവിടെ ആ വീട് വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ പേപ്പറും ഉണ്ട്, എല്ലാ പെർമിഷനും ഉണ്ട്. ഗവൺമെൻറ് ഹൗസിംഗ് കോളനിക്കകത്ത് ആർക്കാണ് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റുന്നത്? ഗവൺമെൻറ് ഹൗസിംഗ് കോളനി സ്ഥലം കൊടുത്തു, അതിന് പെർമിഷൻ മേടിച്ചു, അത് പണിതു. ഇതാണ് ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ബുൾഡോസർ എങ്ങനെയാണ്, ഈ ബുൾഡോസർ രാജ് എങ്ങനെ സുപ്രീം കോടതി ഇത് ഭയങ്കര ശക്തമായിട്ട് എതിർത്തിരിക്കുകയാണ്. ഒരു തെളിവും വേണ്ട, ഒന്നും വേണ്ട. പെട്ടെന്ന് ഇങ്ങോട്ട് വരിക, ഒരു നോട്ടീസ് സെർവ് ചെയ്തു എന്ന് പറയുക, അവരെ ജയിലിലാക്കുക, പിറ്റേന്ന് വരിക, ബുൾഡോസർ കൊണ്ട് വീടിടിച്ച് കളയുക. ഈ ബുൾഡോസർ രാജിന് ഞാൻ അനുകൂലമൊന്നുമല്ല. കാരണം അത് ജനാധിപത്യ സ്വഭാവത്തിൽ എവിടെയാണ് ഈ ബുൾഡോസറിൻ്റെ? കാരണം ഇവിടെ ലീഗലുണ്ട്, മറ്റ് പല സംഭവങ്ങളുണ്ട്, പലതും ഉണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ ബുൾഡോസർ എങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയത്? അതായത് യു പിയിലെ ഗുണ്ടകളെ ഒതുക്കാൻ അവർ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഈ യോഗി ആദിത്യനാഥാണ് തുടക്കം കുറിച്ച്. അതിനോട് ഞാൻ യോജിക്കും. കാരണം ഗുണ്ടകൾക്കെതിരെ അത് ഉപയോഗിക്കണം. ഇവർ ഈ പാവം പിടിച്ചവൻ്റെ സ്ഥലവും ഗവൺമെൻറ് സ്ഥലവും എല്ലാം കൈയേറിയിട്ട് അത് മറ്റു പലർക്കായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ചെറിയ കൈക്കൂലി ഭീഷണിപ്പെടുത്തി ഈ സ്ഥലം കൈക്കലാക്കിയിട്ട് അവിടെ മറ്റു പലതും കോംപ്ലക്സും വീടുകളും ഒരു കോളനി ഉണ്ടാക്കുന്ന അത് വിൽക്കുന്നു. അപ്പോൾ ഈ അവർക്കിഷ്ടം പോലെ പണവും കിട്ടുന്നു. അപ്പോൾ ഗുണ്ടകളുടെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയും പരിപാടിയാണ്. അതിൻ്റെ പേരിലാണ് ഈ ബുൾഡോസർ സംഭവം കൊണ്ടുവരുന്നത്. അത് സുപ്രീം കോടതി തടയുകയും ചെയ്യും. അത് സെയിം ആയിട്ട് മധ്യപ്രദേശിൽ സീഹോറിലും പലയിടത്തും തുടങ്ങി. ഇത് ഉപയോഗിക്കുന്ന അധികവും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കെതിരെ, മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ.